റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങളിലെയും ഇമ്പോർട്ടൻ്റ് പോയിന്റുകളും പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യം ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് മഅറൂഫ്, മജ്ഹൂല്, നായിബ് ഫായിൽ അല്ലേ. മഅറൂഫായ ഒരു ഫെയില്, മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ നിർവചനങ്ങളും അടങ്ങിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, അത് പോയി കാണാം. മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫെയിലിൻ്റെ കൂടെ അതിൻ്റെ ഫായിലിനെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മഅറൂഫ്, പറയപ്പെട്ടിട്ടില്ലെങ്കിൽ മജ്ഹൂല്, അങ്ങനെയുള്ള നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒരു ഉദാഹരണം, ജലസ എന്ന് പറഞ്ഞാൽ അവൻ ഇരുന്നു എന്ന് നമുക്ക് പറയാം അല്ലേ. ഇത് മഅറൂഫായ ഒരു ഫെയിലാണ്, മഅറൂഫാണ്. ഇനി ഇതിനെ മജ്ഹൂലാക്കാൻ എന്ത് ചെയ്യണം? ഇത് മഅറൂഫാണ്. മജ്ഹൂലാക്കാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ജലസ എന്നുള്ളത് മാളി ആണല്ലോ. മാളി ആയതുകൊണ്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം? ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ കൊടുക്കണം. നമ്മൾ പഠിച്ചാൽ ലൊമ്മ ഫ അൽ ഫെയിലി വക്സിർ മാ ഖബ്ലൽ ആഖിരി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വക്സിർ മാ ഖബ്ലൽ ആഖിർ എന്ന അവസാനത്തിന് മുമ്പുള്ളതിന് കെസർ കൊടുക്കണം. അവസാനത്തിന് മുമ്പുള്ളത് ലാമാണ്, അതിന് കെസർ കൊടുക്കുക. പിന്നെ സീനിന് ഓൾറെഡി അവിടെ ഫത്തഹ് ഉണ്ട്. അപ്പോൾ ജുലിസ, ജലസ ഉള്ളത് ജുലിസ, അർത്ഥം എന്താവും? ഇരിക്കപ്പെട്ടു എന്നാവും. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് മഅറൂഫിനെ മജ്ഹൂലാക്കുക. ഇനി അത് മുളാരി ആണെങ്കിലോ, ഇപ്പോൾ ഉദാഹരണം യജ്ലിസു മുളാരി ആണല്ലോ. ഇതിനെ മജ്ഹൂലാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞത് മുളാറത്തിൻ്റെ ഹർഫിന് ലൊമ്മ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. മുളാറത്തിൻ്റെ ഹർഫ് പറഞ്ഞാൽ യ ആണ് ഇവിടെ ഫസ്റ്റത്തെ അക്ഷരം, അതാണല്ലോ മുളാരിയ എന്ന് തെളിയിക്കാനുള്ള അക്ഷരം, അതാണ്. അതിന് ലൊമ്മ് കൊടുക്കുക. പിന്നെന്താ ചെയ്യേണ്ടത്? ഉൽമും ഹർഫൽ മുളാറത്തി വഫ്തഹ് മാ ഖബ്ലൽ ആഖിരി എന്നാണ് പറഞ്ഞത്. അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്തഹ് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവസാനത്തിന് മുമ്പുള്ളത് ലാമാണ്, അതിന് ഫത്തഹ് കൊടുക്കുക. അവസാനത്തിന് മുമ്പുള്ളതിന് ലാമ് ഫത്തഹ് കൊടുക്കുക. ബാക്കിയൊക്കെ ഒരേപോലെ തന്നെ. എങ്ങനെ ഇപ്പോൾ വരിക? യജ്ലിസു എന്നുള്ളത് യുജ്ലസു എന്നാകും. യജ്ലിസു എന്നുള്ളത് യുജ്ലസു എന്നാകും. അങ്ങനെയാണ് മുളാരിയിൽ മഅറൂഫിനെ മജ്ഹൂലാക്കേണ്ടത്. മാളിയിൽ എങ്ങനെയാണ് മഅറൂഫിനെ മജ്ഹൂലാക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നായിബ് ഫായിൽ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. പിന്നെ ഈ ബോക്സിൽ, ഇവിടെ വലിയ ഒരു ബോക്സിൽ കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. ഫീല്, ഫായില്, മഫ്ഊല്. ആദ്യത്തെ ഞാൻ ജസ്റ്റ് 1-2 മാത്രം പറഞ്ഞുതരാം. ഇതൊന്ന് നോക്കുക. ഖത്തലൽ അസദു അൽ അർനബ. ഖത്തല കൊന്നു, അതാണ് ഫീല്. പിന്നെ ഫായില് അൽ അസദു എന്നാണ് അല്ലേ, സിംഹം കൊന്നു. ഇതിൽ ഫായിലിന് മർഫു ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫായിലിന് എപ്പോഴും റഫ് ആയിരിക്കും. ദ അസദു മർഫു ആണ്, റഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അഥവാ ലൊമ്മ കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഖത്തൽ അസദു. ഇനി അൽ അർനബ മുയലിനെ കൊന്നു എന്നാണ്. മുയൽ എന്നുള്ളത് മഫ്ഊലാണ്. മഫ്ഊലിന് മൻസൂബ് നസ്ബ് ചെയ്യപ്പെടണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നസ്ബ് ചെയ്തിട്ടുണ്ട്, ഫത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഖത്തൽ അസദു അൽ അർനബ എന്നായി. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നായിബ് ഫായിൽ, അഥവാ ഇതിലെ ഫായിലിനെ അങ്ങോട്ട് കളഞ്ഞിട്ട് അതിൻ്റെ സ്ഥാനത്ത് മഫ്ഊലിനെ നായിബ് ഫായിലായിട്ട് വെക്കണം. അതാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. അപ്പോൾ ഖത്തൽ എന്തായി? കുത്തിലത്ത് എന്നിവിടെ ആയിട്ടുണ്ട്. ഈ ത് എന്നാവാൻ കാരണം അർനബാണ് ഇവിടെ വരുന്നത് അല്ലേ. നമ്മളെ മഫ്ഊലിലുണ്ടായിരുന്ന അർനബ് നായിബ് ഫായിലായിട്ട് ഇങ്ങോട്ട് വരികയാണ്. കാരണം അസദാണല്ലോ ഇതിൽ ഫായിൽ, അതിനെ കളയാണ്. അതിനെ കളഞ്ഞിട്ടായ സ്ഥാനത്ത് മഫ്ഊലിനെയാണ് വെക്കുന്നത്. അപ്പോൾ നായിബ് ഫായിലായിട്ടാണ് വെക്കുന്നത്. അർനബാണ് വെച്ചപ്പോൾ, അർനബ് എന്താ വെച്ചാൽ നമ്മളതൊരു സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക, മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇവിടെ താ വന്നത്. അല്ലെങ്കിൽ കുത്തില എന്നാണ്. വേറെ എന്തെങ്കിലും ഇപ്പോൾ ഫഅറിലൊക്കെ ആണെങ്കിൽ കുത്തിലൽ ഫഅറു എന്നേ പറയുള്ളൂ. ഇവിടെ അർനബ് ആയതുകൊണ്ടാണ് കുത്തിലത്തി എന്ന് പറഞ്ഞത്. കുത്തിലത്തിൽ അർനബു. ഇവിടെ കാണും, ഇവിടെ നായിബ് ഫായിൽ വരുമ്പോൾ റഫ് വരണം. ദ മർഫൂഅൻ
നമ്മൾ പഠിച്ചല്ലോ നായിബു ഫായിൽ എന്താ പഠിച്ചത്? വൈദാ കാനൽ ഫീലു മജ്ഹൂലൻ, മജ്ഹൂലാണെങ്കിൽ യുഖാമു മഫൂലും ബിഹി മർഫൂഅൻ മഖാമൽ ഫായിലി എന്നാണ് പറഞ്ഞത് അല്ലേ? ഫായിലിൻ്റെ സ്ഥാനത്ത് റഫ് ചെയ്യപ്പെട്ടുങ്ങാണ്ട് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ കുതിലത്തിൽ അർണബു എന്നായി. ഇനി അടുത്തത് നോക്കുക. ലറബൽ വലതു അൽ അഖ്റബ. ലറബ അടിച്ചു ഫീല്, വലത് കുട്ടി അത് ഫായില്, അഖ്റബ് തേള്. അപ്പോൾ കുട്ടി തേളിനെ അടിച്ചു. ഇതാണ് ഫീലും ഫായിലും മഫ്ഊലുള്ള ഒരു മഅറൂഫായ ഒരു സെൻറ്റൻസാണിത്. ഇത് മഅറൂഫായ ഒരു സെൻറ്റൻസാണ്. അതിൽ ഫായിലുണ്ട്, അപ്പോൾ മഅറൂഫായി. ഞാൻ ഫായിലിനാണ് കളഞ്ഞിട്ട് മജ്ഹൂലാക്കണം. അപ്പോൾ ലറബ മാദിയായ ഫീലായതുകൊണ്ട് അതിനെ ലുരിബ എന്നാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലറബ ലുരിബ ഇവിടെ. പിന്നെ ഫായിലാണ് വലത്, അതിനെ കളഞ്ഞു. എന്നിട്ട് മഫ്ഊലായ അഖ്റബിനെ നായിബ് ഫായിലായിട്ട് ഇവിടെ വെച്ചുകൊടുത്തു. അപ്പോൾ എന്തായി? അഖ്റബ എന്നുള്ള മഫ്ഊല് നായിബ് ഫായിലായിട്ട് ഇങ്ങോട്ട് മാറിയപ്പോൾ അഖ്റബു എന്നായി. ലുരിബൽ അഖ്റബു, തേളടിക്കപ്പെട്ടു. പക്ഷെ ആരടിച്ചെന്നൊരു പിടുത്തമില്ല, ഫായിലിനെ അവിടെ കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ ബാക്കി വരുന്ന എല്ലാ ഉദാഹരണങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. വളരെ വിശദീകരിച്ച് പറഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ ദൈർഘ്യം കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ മഅറൂഫ് മജ്ഹൂലാക്കാൻ ഉദാഹരണങ്ങളൊക്കെ തരാനൊക്കെ ചാൻസ് ഉണ്ട്, പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്, മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ പാഠത്തിൽ പാഠം 2 നമ്മൾ പഠിച്ചത് മഫൂല് ഫീഹിയാണ്. അതിൽ ലർഫു സമാനും ലർഫു മക്കാനൊക്കെ പഠിച്ചു. മഫൂല് ഫീഹി എന്താണ് എന്നുള്ളതൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫെയിലിൻ്റെ പിന്നെ അത് സംഭവിച്ച കാലം അല്ലെങ്കിൽ സമയം, അതിൻ്റെ സമയം അല്ലെങ്കിൽ സ്ഥലം, ഇതൊക്കെ വ്യക്തമാക്കുന്നതാണ് എന്ത്? മഫ്ഊല് ഫീഹി. അത് 2 കൊല്ലത്തിൽ വരാം. അഥവാ ലർഫ് സമാനായിട്ടും വരാം, മക്കാനായിട്ടും വരാം. സ്ഥലമോ കാലമോ എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അത് ലർഫു സമാൻ അല്ലേ? കാലമാണെങ്കിൽ എങ്ങനെയാണ് വരിക? സമാൻ പറഞ്ഞാൽ കാലം എന്നാണ്, സമയം കാലം എന്നൊക്കെ പറയാം. ലർഫു സമാൻ അത് ഏതൊക്കെ ഒരു ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വബാഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോർണിംഗ്, രാവിലെ. പിന്നെ ലുഹർ അല്ലേ? മസാ ലൈല് രാത്രി, മസാ വൈകുന്നേരം, യൗമൻ ദിവസം, ഷെഹ്റൻ മാസം. ഇതൊക്കെ ഒരു കാലാണ്, കാലം അല്ലെങ്കിൽ സമയം എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് ലർഫു സമാൻ എന്ന് പറയുന്നത്. പിന്നെ ലർഫു മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ഥലം. തഹ്ത അടിയിൽ, ഫൗക്ക മുകളിൽ അല്ലേ? ഇന്ത അടുത്ത്, വറാ പിന്നിൽ, ഷർക്കൻ ഗർബൻ നമ്മൾ കിഴക്കും പടിഞ്ഞാറൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? സ്ഥലമാണ്. അപ്പോൾ അതിന് ലർഫു മക്കാൻ എന്നാണ് പറയാം. മനസ്സിലായല്ലോ? പിന്നെ ഇതിൻ്റെ ഇറാബുകൾ നമുക്കറിയാം. മഫൂല് ഫീഹി ഇതൊക്കെ മഫൂലായിട്ടാണ് വരിക. അത് ചിലപ്പം സമാനായിട്ട് വരും, ലർഫു സമാനായിട്ട് വരും, ലർഫു മക്കാനൊക്കെ ആയിട്ട് വരും. പിന്നെ അതൊക്കെ മൻസൂബാണ്. മഫൂലുകൾ ഫുള്ള് മൻസൂബാണ്. അത് ലർഫു സമാനാണെങ്കിലും ലർഫു മക്കാനാണെങ്കിലും ഒക്കെ മൻസൂബാണ്. അപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. മൻസൂബ് പറഞ്ഞാൽ നസ്ബ് ചെയ്യപ്പെട്ടത് ഫത്തഹ ആയിരിക്കും എല്ലായിടത്തും. ഇവിടെ കാണി സ്വബാഹൻ, ലുഹ്റൻ, മസാഅൻ, ലൈലൻ, യൗമൻ, ഷെഹ്റൻ. ഇപ്പുറത്താണെങ്കിലും തഹ്ത, ഫൗക്ക, ഇന്ത, വറാ, ഷർക്കൻ, ഗർബൻ. കണ്ടില്ലേ? ഒക്കെ അങ്ങനെയാണ്. ഇവിടെ ചെറിയൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. റഅയ്തുൽ ലഖ്ലഖ. ലഖ്ലഖിനെ ഞാൻ കണ്ടു. എവിടെ കണ്ടു? ഷജറത്തി എന്ന് ഇവിടെ ഉണ്ട്. മരത്തിൻ്റെ മുകളിൽ എന്നല്ല പറയാം. അപ്പോൾ ഫൗഖ ഷജറത്തി എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഫൗഖ ഷജറത്തി. അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നോക്കാം. അവിടെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചത് എന്ന് മാത്രം. പിന്നെ അടുത്ത എന്താണ്? തനവ്വറൽ ഖമറു. ചന്ദ്രൻ പ്രകാശിച്ചു. എപ്പോഴാണ്? ലൈലൻ, രാത്രിയിലല്ല പ്രകാശിക്കുക, ലൈലൻ. തൊലഅ ശംസു, സൂര്യൻ ഉദിച്ചു. എപ്പോഴാണ് സൂര്യൻ ഉദിക്കുക? സ്വബാഹൻ, രാവിലെ. ഓക്കെ. പിന്നെ സിർതു ഇലൽ മസ്ജിദ്, ഞാൻ പള്ളിയിലേക്ക് പോയി. ലുഹ്റൻ, ഒരു ഉദാഹരണം പറയാം, ലുഹ്റൻ. പിന്നെ സുംതു, ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു. ഷഹ്റൻ കാമില, ഒരു മാസം, പൂർണ്ണമായ ഒരു മാസം. അപ്പോൾ ഈ ഫൗക്ക എന്നുള്ള ഇത് ലർഫു മക്കാനാണ്, ലൈല് ലർഫു സമാനാണ്, സ്വബാഹ് ലർഫ്, പിന്നെ ലൈല് ലർഫ് സമാനാണ്, സ്വബാഹും ലർഫു സമാനാണ്, ലുഹറും ലർഫു സമാനാണ്, ഷഹറും ലർഫു സമാനാണ്, ഫൗക്ക ലർഫു മക്കാനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മഫൂല് ഫീഹി വരാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഒക്കെ മൻസൂബായിട്ട് കൊടുക്കണം, ഫത്തഹായിട്ട് കൊടുക്കണം എന്നർത്ഥം. ഇനി നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ
പാഠം 3 പഠിച്ച ഒരു കാര്യമാണ് മഫ്ഊല് ലഹു. മഫ്ഊല് ലഹു മഫ്ഊലുകൾ ഫുള്ള് മൻസൂബായിരിക്കും, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ പാഠത്തിൽ ഈ മഫ്ഊല് ലഹു എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നിർവചനങ്ങൾ അടങ്ങിയ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മഫ്ഊല് ലഹു എന്ന് പറഞ്ഞാൽ തുബയ്യിനു സബബ വഖൂഇൽ ഫീലി ലദീ ഖബ്ലഹ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. മസാദിറു തുബയ്യിനു സബബ വഖൂഇൽ ഫീലി ലദീ ഖബ്ലഹ. മസ്ദറുകളായിരിക്കും, അത് അതിൻ്റെ മുമ്പ് സംഭവിച്ച ആ ഫീല് സംഭവിച്ച കാരണം വ്യക്തമാക്കി തരും. അതാണ് മഫ്ഊല് ലഹു. അപ്പോൾ ഇവിടെ ലൊറബൽ വാലിദു അല്ലേ, ലൊറബ പറഞ്ഞ അടിച്ചു, എല്ലാതും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് പറയാണ്. ലൊറബൽ വാലിദു പിതാവ് അടിച്ചു. ആരെ അടിച്ചത്? വാലിദഹു മകനെ, തൻ്റെ മകനെ. ഞാൻ മുഴുവനായിട്ട് എഴുതണില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇതാണ്. എന്തിനാണ് അടിച്ചത്? തഅദീബൻ മര്യാദ, അദബ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മര്യാദ പഠിപ്പിക്കാൻ. ഇതിൽ ഈ തഅദീബൻ എന്നുള്ളതാണ് മഫ്ഊല് ലഹു ആയിട്ട് വരിക. തഅദീബൻ ഇത് മസ്ദറാണ്. അദ്ദബ യുഅദ്ദിബു തഅദീബൻ മസ്ദറായിട്ടാണ് വരിക. ഇതിൻ്റെ മുമ്പ് സംഭവിച്ച ഫീൽ ഏതാണ്? ലൊറബയാണ്, അടിച്ചു അല്ലേ. അടിച്ചു എന്നുള്ളതാണ് ഇതിന് മുമ്പ് സംഭവിച്ച ഫീല്. എന്തിനാണ്? അതിൻ്റെ കാരണം എന്താണ്? തഅദീബൻ മര്യാദ പഠിപ്പിക്കാൻ. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് മഫ്ഊല് ലഹു ആയിട്ട് വരിക. അപ്പോൾ ഇതിങ്ങനെ അർത്ഥം ഇങ്ങനെ നോക്കിയാൽ അത് ഏത് മഫ്ഊല എന്ന് നമുക്ക് മനസ്സിലാവണം. ഇതേപോലെ ഓരോ ഉദാഹരണങ്ങൾ ഇങ്ങനെ നോക്കി മനസ്സിലാക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഹറബ പറഞ്ഞാൽ ഓടി എന്നാണ് അല്ലേ. അസായിറു ആര്? ടൂറിസ്റ്റുകാർ, സന്ദർശകർ എന്ന് പറയാം. സന്ദർശകർ എവിടുന്ന് ഓടി? മിനൽ ഗാബത്തി കാട്ടിൽ നിന്ന്. എന്താണ് ഓടാൻ കാരണം? ഖൗഫൻ പേടിച്ച്. മിനൽ വുഹൂഷി വന്യമൃഗങ്ങളെ. ഇപ്പോൾ അതിവിടെ പ്രധാനമായിട്ടില്ല. ഇവിടെ നോക്കൂ, മഫ്ഊല് ലഹു മഫ്ഊല് കണ്ടെത്താൻ നമുക്ക് നസ്ബുള്ളത് എവിടെയെന്ന് തിരഞ്ഞു നോക്കിയാൽ മതി. ഇതാ നസ്ബുള്ളത് ഇവിടെ കാണാണ്ട്. ഖൗഫൻ കണ്ടില്ലേ? ഖൗഫൻ പേടിച്ച് അല്ലേ. ഇതിൻ്റെ മുമ്പ് സംഭവിച്ച ഫീൽ ഏതാണ്? ഹറബയാണ്. ഹറബ ഓടി. എന്താ ഓടാൻ കാരണം? ഖൗഫ് പേടിച്ചിട്ടാണ്. ഖൗഫൻ. അപ്പോൾ ഇതാണ് എന്ത്? മഫ്ഊല് ലഹു. പിന്നെ അടുത്തത് നോക്കുക. യുസാഇദുൽ ഗനിയുൽ മഹ്റൂമ ഹുബ്ബൻ ലില്ലാഹ്. അതാണ് അടുത്തത്. എന്താണ്? യുസാഇദു പറഞ്ഞാൽ സഹായിക്കും എന്നാണ്, അല്ലെങ്കിൽ സഹായിക്കുന്നു എന്നൊക്കെ പറയാം. സഹായിക്കും ആര്? അൽ ഗനിയു ധനികൻ സഹായിക്കും. ആരെ? അൽ മഹറൂമിനെ ഉപജീവനം നിഷേധിക്കപ്പെട്ടവനെ ധനികൻ സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ പാവപ്പെട്ട ആളെ ധനികൻ സഹായിക്കും എന്നാണ് അർത്ഥം. എന്താ സഹായിക്കാൻ കാരണം? ഹുബ്ബല്ലില്ലാഹ് അള്ളാഹുവിനോടുള്ള പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിനോടുള്ള ഇഷ്ടം. ഹുബ്ബല്ലില്ല അള്ളാഹുവിനോടുള്ള പ്രീതിക്ക് വേണ്ടി എന്ന് പറയാം. അപ്പോൾ ഈ മുമ്പ് സംഭവിച്ച ഫീലുണ്ടല്ലോ, ഈ യുസായിദു സഹായിക്കുക എന്നുള്ള ഈ ഫീല്, അത് എന്താണ് അങ്ങനെ സഹായിക്കാണ്ടായ കാരണം എന്താണ്? ഹുബ്ബൻ പ്രീതിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രീതി. അപ്പോൾ ഇതാണ് എന്ത്? മഫ്ഊല് ലഹു എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ നോക്കാം, അത് മനസ്സിലാക്കാം. അടുത്തത് പാഠം 4 നമ്മൾ പഠിച്ചത് മഫ്ഊല് മുത്ലഖാണ്. മഫ്ഊല് മുത്ലഖ് അതും മൻസൂബാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മഫ്ഊല് മൊത്തം മൻസൂബായിരിക്കും. മഫ്ഊല് മുത്ലഖ് എന്താണ്? മഫ്ഊല് മുത്ലഖ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും തന്നെ എന്താണ്? ഒരു ഫീലിൻ്റെ ഇനം, രൂപം വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഒന്ന് കനപ്പിച്ച് പറയാൻ, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വ്യക്തമാക്കുന്നതിനൊക്കെ വേണ്ടിങ്ങാണ്ട് ഉപയോഗിക്കുന്ന മസ്ദറുകളാണ്. ചുരുക്കിയിട്ട് ഞാൻ അങ്ങനെ പറയാം. നമ്മളത് പഠിച്ചിട്ടുണ്ട്. മസ്ദറുൻ ദുക്കിറ ബഅദ ഫീലിഹി ലി ബയാനി നൗഇൽ ഫീലി ഔ ലി തൗക്കീദിൽ ഫീലി ഔ ലി ബയാനി അദദിഹി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ഖാഫത്തി തിഫ്ലത്തു മിനൽ ഹയ്യത്തി ഖൗഫൻ ഒന്ന് മനസ്സിലാക്കാനാണ്. ഖാഫത്ത് എന്ത്? ഭയന്നു അല്ലേ. ഭയന്നു ആര്? അത്തിഫ്ലത്തു ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പെൺകുഞ്ഞ് ഭയന്നു. മിനൽ ഹയ്യത്തി പാമ്പിനെ കണ്ടുകൊണ്ട്, പാമ്പിൽ നിന്ന് അല്ലെങ്കിൽ പാമ്പിനെ കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? പെൺകുട്ടി ഭയന്നു. എങ്ങനെ ഭയന്നത്? ഖൗഫൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയം അല്ലെങ്കിൽ ഒരു പേടി, ഒരു പേടിക്കൽ അല്ലെങ്കിൽ ഒരു ഭയക്കൽ എന്നൊക്കെ പറയാം. ഈ ഖാഫത്തുണ്ടല്ലോ, ഇതിൻ്റെ അതെങ്ങനെയാണ് ഭയന്ന് എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് ഉറപ്പിച്ചുങ്ങാണ്ട് പറയാം. തൗക്കീദ് എന്നാണ് പറയാം.
നമ്മൾ പറഞ്ഞില്ലേ തൗക്കീദുൽ ഫീലി എന്ന് പറഞ്ഞില്ലേ, തൗക്കീദിന് വേണ്ടിയാണ് പറയുന്നതാണ് ഈ ഖൗഫൻ എന്നുള്ളത്. മഫ്ഊല് മുത്ലഖാണ്. ഇറാബ് നസ്ബാണെന്ന് നമുക്കറിയാമെന്ന് നോക്കിക്കോളൂ. അടുത്തത് നളറ റജുലു അദുവഹു നളറത്തുൽ ഖളബി. നളറ പറഞ്ഞാൽ നോക്കി, റജുലു പറഞ്ഞാൽ പുരുഷൻ നോക്കി ആരെ? അദുവഹു തൻ്റെ ശത്രുവിനെ നോക്കി. എങ്ങനെ നോക്കി? നളറത്തുൽ ഖളബി ദേഷ്യത്തിൻ്റെ നോട്ടം. ഈ നളറത്ത എന്നുള്ളതാണ് ഇവിടെ മഫ്ഊലായിട്ട് വരിക. നോക്കുകയാണെങ്കിൽ ഈ നസ്ബ് എന്ന് ശ്രദ്ധിച്ചാൽ മതി. നളറ നോക്കി, റജുലുലെ ഈ ഫീലിൻ്റെ ഇതിൻ്റെ ഇനം എന്താണ്? അത് ഇനം ഏത് രൂപത്തിലാണ് നോക്കിയത് എന്നുള്ളതൊന്ന് നേരെ വ്യക്തമാക്കി തരികയാണ്. നളറത്തൽ ഖളബി ദേഷ്യത്തിൻ്റെ നോട്ടം അല്ലേ. അപ്പോൾ അത് നൗഅ വ്യക്തമാക്കി തരുന്നതിന് ഉദാഹരണമാണ്. എന്തായാലും മഫ്ഊൽ തന്നെയാണ്. പിന്നെ അടുത്തത് ഫറ സാരിഖു ഫിറാറൽ മൗത്തി. ഫറ സാരിഖു ആരോടി? കള്ളനോടി, ഓടി. ഫറ ഓടി, സാരിഖ് കള്ളൻ. എന്തോട്ടം ഓടിയത്? ഫിറാറൽ മൗത്തി മരണോട്ടാണ് ഓടിയത്. ഫിറാർ ഇതാണെന്ത്? അതാണ് മഫ്ഊലു ലഹു മഫ്ഊലു മുത്ലഖ് ഇവിടെ ആയിട്ട് വരുന്നത്. ഇത് തൗക്കീദിന് വേണമെങ്കിൽ പറയാം, തൗക്കീദായിട്ടും നൗ ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്കിത് പറയാം. തൗക്കീദായിട്ടും നൗ ആയിട്ടും പറയാം. അതായത് അതിൻ്റെ ഇനം ഏത് രൂപത്തിലാണ് എന്നും പിന്നെ ആ ഓട്ടത്തിൻ്റെ ശക്തി, അതാണ് മരണ ഓട്ടം എന്ന് പറഞ്ഞില്ലേ, തൗക്കീദായിട്ട് തന്നെ ഉപയോഗിക്കാം നമുക്കത്. പിന്നെ അടുത്തത് ഫാസ ഫരീഖുൻ ഫിൽ മുബാറാത്തി ഫൗസൽ ഫറഹി. ഫാസ ഫരീഖുൻ ഒരു സംഘം വിജയിച്ചു. ഫാസാറിന വിജയിച്ചു. ഫരീഖ് ഒരു സംഘം. ഫിൽ മുബാറാത്തി മത്സരത്തിൽ. ഫൗസൽ ഫറഹി സന്തോഷത്തിൻ്റെ വിജയം. ദ ഫൗസ ഇതാണ് മഫ്ഊല് മുത്ലഖ്. അപ്പോൾ അതതിൻ്റെ ഇനം ഏത് വിജയം, അതിൻ്റെ ഒരു ഇനം വിവരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ താഴെ നോക്കൂ. യഅ്കുൽ ഖിർദുൽ മൗസ അഖിലത്തൻ. യഅ്കുലുൽ ഖിർദു കുരങ്ങൻ തിന്നു, അൽ മൗസ പഴം തിന്നു, അഖിലത്തൻ ഒറ്റ തീറ്റ. അപ്പോൾ അത് അഖിലത്തൻ എന്നുള്ളതാണ് എന്ത്? അതിൻ്റെ മഫ്ഊല് മുത്ലഖ്. അപ്പോൾ അതിൻ്റെ തൗക്കീദാണത് വ്യക്തം, അതിൻ്റെ ശക്തി വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫീലിൻ്റെ അതിൻ്റെ ഇനം അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വ്യക്തമാക്കുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഊന്നി പറയാനൊക്കെ ഉപയോഗിക്കുന്നതാണ് മഫ്ഊല് മുത്ലഖ്. ഉദാഹരണങ്ങൾ കണ്ടാൽ മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് മഫ്ഊലുകൾ ഏതാണ് എന്ന് ഉദാഹരണം കൊടുത്തുകൊണ്ട് മഫ്ഊലുകൾ ഏതാണ് എന്ന് വേർതിരിച്ച് എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ മഫ്ഊലിൻ്റെ പേര് കൊടുത്തിട്ട് അതിന് ഉദാഹരണം കൊടുക്കാറൊക്കെ ഉണ്ട്, എഴുതാനൊക്കെ പറയാറുണ്ട്. ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ 5ാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യങ്ങളാണ്. അഥവാ മക്കത്തു വൽ മദീനത്തു എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചത് ഹറൂഫുൽ അത്തുഫാണ്. അത്തുഫിൻ്റെ അക്ഷരങ്ങളും അതിൻ്റെ കാര്യങ്ങളാണ്. അത്തുഫ്, ആത്തിഫ്, മഅത്തൂഫ് അലൈഹി, മഅത്തൂഫൊക്കെ പഠിച്ചതാണല്ലോ. അപ്പോൾ ഈ പാഠത്തിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം അത്തുഫിൻ്റെ അക്ഷരങ്ങളാണ്. 10 അക്ഷരങ്ങളോട് പറയുന്നുണ്ട്. ഔ, ബൽ, ഹത്ത, ഫാ, വാവ്, ലാക്കിൻ, സുമ്മ, അം, ഇമ്മ, ലാ. ഇതൊക്കെയാണ് ഈ അക്ഷരങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുക. എങ്കിലേ നമുക്ക് പിന്നെ മറ്റു കാര്യങ്ങൾ അത് കണ്ടെത്താനൊക്കെ സാധിക്കുള്ളൂ. മഅത്തൂഫിൻ്റെ ഇറാബ് ഇവിടെ പറയുന്നുണ്ട്. മഅത്തൂഫിൻ്റെ ഇറാബ് യത്ബഉൽ മഅത്തൂഫു അലൈഹി ഫിൽ ഇറാബി എന്നാണ്. എന്ത് ചെയ്യും? മഅത്തൂഫ് അലൈഹിയോട് ഇറാബിൽ തുടരുന്നാണ് പറയുന്നത്. നമുക്ക് നോക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം. ഇഷ്തറൈത്തു പറഞ്ഞാൽ ഞാൻ വാങ്ങി. അൽ കലമ പേന ഞാൻ വാങ്ങി. വൽ ഖിർത്താസ് കടലാസും ഞാൻ വാങ്ങി എന്നാണ്. ഇവിടെ ആദ്യം നമ്മൾ ഇത് മറ്റേ ആത്തിഫ് മഅത്തൂഫ് അലൈഹി കാണാൻ വേണ്ടിയിട്ട് ആദ്യം ആത്തിഫിൻ്റെ അക്ഷരം എവിടെ നോക്കണം. ഇതാ ഇവിടെ ഒരു വാവ് കാണാണ്ടല്ലോ. ഇതാണ് ആത്തിഫിൻ്റെ അക്ഷരം. വാവ് നമ്മൾ പറഞ്ഞു ഇതാണ്. ഇതിന് ആത്തിഫ് എന്ന് പറയും. ആത്തിഫ് അല്ലെങ്കിൽ ആത്തിഫിൻ്റെ അക്ഷരം എന്നൊക്കെ നമുക്ക് പറയാം. ആത്തിഫ്. ഇനി അതിന് മുമ്പുള്ളത് കലമ എന്നുള്ളത്. ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? മഅത്തൂഫ് അലൈഹി എന്നാണ് പറയുന്നത്. മഅത്തൂഫ് അലൈഹി. പിന്നെ അതിന് ശേഷമുള്ളത് ഖിർത്താസ് എന്നുള്ളതാണ് ശേഷമുള്ളത്. ഇതിന് മഅത്തൂഫ് എന്നും പറയും. മഅത്തൂഫ് എന്നും പറയും. അപ്പോൾ അത്ഫിൻ്റെ അക്ഷരം വരുന്നത് എവിടെ നോക്കുക. മുമ്പുള്ളത് അതിൻ്റെ മുമ്പ് വരുന്നത് മഅത്തൂഫ് അലൈഹി ആയിരിക്കും. ശേഷം വരുന്നത് മഅത്തൂഫ് ആയിരിക്കും. അപ്പോൾ ഈ മഅത്തൂഫ് അലൈഹിയോട് ഇറാബിൽ തുടരുന്ന നമ്മൾ പറഞ്ഞില്ലേ, ഈ മഅത്തൂഫ് ഖിർത്താസ എന്നുള്ള മഅത്തൂഫ് എന്ത് ചെയ്യും? മഅത്തൂഫ് അലൈഹി കലമ
ഇതാണ് മാത്തൂഫ് അലൈഹി. അതുകൊണ്ട് ഇറാബിൽ തുടരും. ദാ കലമ എന്ന് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് ഖിർത്താസ എന്നായി. കണ്ടില്ലേ? അപ്പോൾ ഒരേപോലെ ആകും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓരോ ഉദാഹരണങ്ങളും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇതിൻ്റെ പരീക്ഷയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നോക്കേണ്ടത് അത്ഫിൻ്റെ അക്ഷരം എവിടെ നോക്കാം. അത്ഫിൻ്റെ അക്ഷരം കണ്ടാൽ പിന്നെ അതിൻ്റെ മുമ്പുള്ളത് മാത്തൂഫ് അലൈഹി, അതിൻ്റെ ശേഷമുള്ളത് എന്താണ്? മാത്തൂഫും ആയിരിക്കും. പിന്നെ ഇറാബ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇപ്പുറത്തുള്ള നോക്കുകയാണെങ്കിൽ തഅല്ലമൽ വാലിദുൽ ഖുർആന സുമ്മൽ ഹദീസ. ഇതിലേതാണ് ആത്തിഫിൻ്റെ അക്ഷരം? ദാ സുമ്മയാണ് ആത്തിഫിൻ്റെ അക്ഷരം. സുമ്മ നമ്മൾ പഠിച്ചല്ലോ, ദാ സുമ്മ. ഇതിൻ്റെ മുമ്പുള്ളത് ഖുർആൻ മാത്തൂഫ് അലൈഹിയാണ്. ഹദീസ അത് മാത്തൂഫാണ്. ഖുർആന മാത്തൂഫ് അലൈഹി, ദാ ഇറാബ് നസ്ബാണ്. അപ്പോൾ ഇവിടെ ഇറാബ് എന്തായി? നസ്ബായി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക, മുഴുവനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിലുള്ള ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാണാം. ദാ ഇതിൽ ഹത്തയാണ്, ഇതിൽ ഔ എന്നുണ്ട്, ഇതിൽ ബല്ലുണ്ട്, ഇതിൽ അം ഉണ്ട്, ഫ ഉണ്ട് ഇവിടെ, ദാ ഫൽ മഅ്മൂമു, പിന്നെ ഇവിടെ ഇമ്മ എന്നുള്ളതുണ്ട്, പിന്നെ ഇതിൽ ലാക്കിൻ ലാക്കിൻ ഉണ്ട്, ഇതിൽ ലാ എന്നുണ്ട്. അപ്പോൾ അതങ്ങനെ നോക്കിയാൽ മതി. ഇനി ഇതിൽ ഞാൻ വേണമെങ്കിൽ ഇത് എൻ്റെ ഇറാബ് മാറ്റുള്ളതൊന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ ഈ ഉദാഹരണം നോക്കൂ. ജാഅത്തിൽ ഉമ്മു ബലിൽ ജദ്ദത്തു. ഇത് നോക്കൂ, നേരത്തെ നസ്ബു വന്നതാണ് നമ്മൾ നോക്കിയത്. ജാഅത്തിൽ ഉമ്മു, ഇവിടെ ബല്ലാണല്ലോ ആത്തിഫിൻ്റെ അക്ഷരം. അതിൻ്റെ മുമ്പുള്ളത് മാത്തൂഫ് അലൈഹി ഉമ്മു എന്നുള്ളതിന് റഫ് ആണ്, ഇറാബ് ലമ്മാണ്. അപ്പോൾ ശേഷം വന്ന മാത്തൂഫിന് എന്ത് ചെയ്തു? ലമ്മായി. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ എല്ലാതും നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. പുതിയ മോഡൽ ചോദ്യപേപ്പർ വിശകലനങ്ങൾ ഇനി വരാനുണ്ട്. എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.